റഷ്യൻ സമ്പദ്വ്യവസ്ഥയെ ഒറ്റപ്പെടുത്താനും സാമ്പത്തികമായി തകർക്കാനുമുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ചരിത്രപരമായ ശ്രമങ്ങൾക്കിടയിലും ആഗോള ഊർജ്ജ വിപണിയിലെ റഷ്യയുടെ മേൽക്കൈ പ്രത്യേകിച്ചും ആണവ ഇന്ധന മേഖലയിൽ ഇപ്പോഴും ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ശക്തിയായി നിലകൊള്ളുന്നു. മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഔദ്യോഗികമായി ഇറക്കുമതി നിരോധനം ഏർപ്പെടുത്തിയിട്ടും റിയാക്ടറുകൾക്ക് ആവശ്യമായ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ മുൻനിര വിതരണക്കാർ ഇപ്പോഴും റഷ്യയാണ് എന്നത് ഈ വൈരുദ്ധ്യത്തെ കൂടുതൽ പ്രകടമാക്കുന്നു. ഊർജ്ജ വകുപ്പിന്റെ വാർഷിക യുറേനിയം മാർക്കറ്റിംഗ് റിപ്പോർട്ട് അടിവരയിടുന്നത് റഷ്യൻ ആണവ ഭീമനായ റൊസാറ്റം യുറേനിയം സമ്പുഷ്ടീകരണ കമ്പനിയായി തുടരുന്നുവെന്ന യാഥാർത്ഥ്യമാണ്. ഈ തന്ത്രപരമായ ആശ്രിതത്വം ആഗോള ഊർജ്ജ ഭൗമരാഷ്ട്രതന്ത്രത്തിൽ റഷ്യയുടെ സ്ഥാനം എത്രത്തോളം ശക്തമാണെന്നും പകരം വിതരണ ശൃംഖലകൾ കണ്ടെത്താനുള്ള അമേരിക്കയുടെ പ്രയാസങ്ങളെയും വെല്ലുവിളികളെയും തുറന്നു കാട്ടുന്നു. ആണവോർജ്ജം എന്നത് സുരക്ഷിതമായി കുറഞ്ഞ കാർബൺ പുറന്തള്ളുന്ന അടിസ്ഥാന ലോഡ് വൈദ്യുതി ഉൽപ്പാദനത്തിന് അത്യന്താപേക്ഷിതമായ ഒരു ഊർജ്ജ സ്രോതസ്സാണ്. ലോകമെമ്പാടുമുള്ള ആണവ റിയാക്ടറുകൾ പ്രവർത്തിപ്പിക്കാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം ആവശ്യമാണ്. യുറേനിയം ഖനനം ചെയ്യുന്നതിനും അതിനെ റിയാക്ടർ ഇന്ധനമായി ഉപയോഗിക്കാൻ പാകത്തിന് സമ്പുഷ്ടീകരിക്കുന്നതിനും റഷ്യക്ക് ദീർഘകാലമായിട്ടുള്ള സാങ്കേതിക മേൽക്കൈയുമുണ്ട്. യുറേനിയം സമ്പുഷ്ടീകരണം എന്നത് അത്യധികം സങ്കീർണവും ചെലവേറിയതുമായ ഒരു പ്രക്രിയയാണ്. ഇതിന് സെൻട്രിഫ്യൂജുകൾ പോലുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകളും വലിയ തോതിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ആവശ്യമാണ്. റൊസാറ്റം സോവിയറ്റ് കാലഘട്ടം മുതൽക്ക് ഈ മേഖലയിൽ അതിന്റെ ശേഷി വികസിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്തു. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പുഷ്ടീകരണ ശേഷി അവർക്ക് നൽകി. ഈ ശേഷി മറ്റ് പാശ്ചാത്യ കമ്പനികൾക്കോ രാജ്യങ്ങൾക്കോ എളുപ്പത്തിൽ അനുകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഊർജ്ജ വകുപ്പിന്റെ 2024 കണക്കുകൾ പ്രകാരം അമേരിക്കൻ വാണിജ്യ റിയാക്ടറുകൾക്കായി വാങ്ങിയ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ 20% നൽകിയത് റഷ്യയാണ്. ഫ്രാൻസ്, നെതർലൻഡ്സ്, ബ്രിട്ടൻ തുടങ്ങിയ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളെക്കാളും അമേരിക്കയുടെ ആഭ്യന്തര ഉൽപ്പാദനത്തെക്കാളും മുൻപിലാണ് ഈ സ്ഥാനം. ഈ കണക്കുകൾ ഉപരോധങ്ങൾക്കിടയിലും റഷ്യൻ യുറേനിയം അമേരിക്കൻ ആണവ നിലയങ്ങളിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നുവെന്നും തെളിയിക്കുന്നു. റഷ്യൻ സമ്പദ്വ്യവസ്ഥയുടെ വരുമാന സ്രോതസ് തടയുന്നതിന്റെ ഭാഗമായി ബൈഡൻ ഭരണകൂടം 2024 റഷ്യൻ യുറേനിയം ഇറക്കുമതി നിരോധിക്കുന്ന നിയമത്തിൽ ഒപ്പുവെച്ചത് ശക്തമായ രാഷ്ട്രീയ പ്രസ്താവനയായിരുന്നു. എന്നാൽ ഓഗസ്റ്റിൽ നിരോധനം പ്രാബല്യത്തിൽ വന്നപ്പോൾ നിയമനിർമ്മാണത്തിൽ തന്നെ ഉൾപ്പെടുത്തിയ പ്രധാനപ്പെട്ട ഇളവുകൾ ഈ നീക്കത്തിന്റെ ഫലപ്രാപ്തിയെ ചോദ്യം ചെയ്തു. ബദൽ വിതരണം ലഭ്യമല്ലെങ്കിൽ ഇറക്കുമതി തന്ത്രപരമായി പ്രധാനപ്പെട്ടതാണെന്ന് കണക്കാക്കുകയാണെങ്കിൽ 2028 വരെ റഷ്യയിൽ നിന്ന് യുറേനിയം വാങ്ങാൻ ഈ സംവിധാനം അമേരിക്കൻ കമ്പനികളെ അനുവദിക്കുന്നു. അമേരിക്കയിലെ ഏറ്റവും വലിയ ആണവ ഓപ്പറേറ്ററുകളായ കോൺസ്റ്റലേഷൻ എനർജി കോർപ്പ് പോലുള്ള കമ്പനികൾക്ക് ഈ ഇളവുകൾ ലഭിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഇത് അമേരിക്കൻ ഊർജ്ജ സുരക്ഷാ താൽപര്യങ്ങളുടെ ഒരു തുറന്ന സമ്മതമാണ്. നിലവിൽ റഷ്യൻ ഇന്ധനം പൂർണ്ണമായും ഒഴിവാക്കാൻ ശ്രമിച്ചാൽ അമേരിക്കയിലെ ആണവ റിയാക്ടറുകൾ അടച്ചുപൂട്ടേണ്ടി വരും. ഇത് വൈദ്യുതി ഉൽപ്പാദനത്തിൽ വലിയ കുറവുണ്ടാക്കുകയും വിലക്കയറ്റത്തിന് കാരണമാവുകയും മൊത്തത്തിലുള്ള ഊർജ്ജ സുരക്ഷയെ തകർക്കുകയും ചെയ്യും. അതിനാൽ നിരോധനം ഒരു പ്രഖ്യാപനം മാത്രമായി ഒതുങ്ങുകയും റഷ്യൻ ആണവ ഇന്ധനത്തോടുള്ള ആശ്രിതത്വം 2028 വരെ നിയമപരമായി നീട്ടി നൽകുകയും ചെയ്തിരിക്കുകയാണ്. റഷ്യൻ ഇന്ധനത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനെക്കുറിച്ച് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും വർഷങ്ങളായി സംസാരിക്കുന്നുണ്ടെങ്കിലും കാര്യമായി പുരോഗതി നേടാൻ കഴിയാത്തതിന് നിരവധി കാരണങ്ങളുണ്ട്. പുതിയ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ നിർമ്മിക്കാനും പ്രവർത്തനക്ഷമമാക്കാനും വലിയ നിക്ഷേപവും ഏകദേശം 1 ദശാബ്ദത്തോളം സമയവും ആവശ്യമാണ്. നിലവിൽ റഷ്യയുടെ നിലവിലുള്ള ചെലവ് കുറഞ്ഞ ഉൽപ്പാദനശേഷിയുമായി മത്സരിക്കാൻ പാശ്ചാത്യ കമ്പനികൾക്ക് പ്രയാസമാണ്. യുറേനിയം സമ്പുഷ്ടീകരണത്തിന് ആവശ്യമായ സങ്കീർണമായ സാങ്കേതികവിദ്യ കൈകാര്യം ചെയ്യാൻ വിദഗ്ധരായ എഞ്ചിനീയർമാരുടെയും ശാസ്ത്രജ്ഞരുടെയും കുറവ് പാശ്ചാത്യ രാജ്യങ്ങൾ നേരിടുന്നു. അടുത്ത തലമുറയിലെ ന്യൂനത റിയാക്ടറുകൾക്ക് കൂടുതൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ആവശ്യമാണ്. റൊസാറ്റം ഈ മേഖലയിൽ കാര്യമായ മുന്നേറ്റം നടത്തിയിട്ടുമുണ്ട്. ഇത് പുതിയ റിയാക്ടർ സാങ്കേതിക വിദ്യകൾക്കും റഷ്യൻ അല്ലാത്ത ഒരു വിതരണ ശൃംഖല നിർമ്മിക്കാൻ സമയമെടുക്കുമെന്ന് മുൻ അസിസ്റ്റന്റ് സ്റ്റേറ്റ് സെക്രട്ടറി ജെഫ്രി പ്യാറ്റ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഊർജ്ജ വിപണിയിലെ റഷ്യയുടെ സ്ഥാനം കേവലം യുറേനിയം വിതരണത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. റൊസാറ്റം ലോകമെമ്പാടുമുള്ള ആണവ നിലയ നിർമ്മാണ കരാറുകളിലും സാങ്കേതിക സഹായങ്ങളിലും റിയാക്ടർ ഇന്ധനം ദീർഘകാലത്തേക്ക് വിതരണം ചെയ്യുന്നതിലും വലിയ പങ്ക് വഹിക്കുന്നു. യൂറോപ്പിലെയും ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും നിരവധി രാജ്യങ്ങൾ പുതിയ റിയാക്ടർ നിർമ്മാണത്തിനായി റൊസാറ്റമിനെയാണ് ആശ്രയിക്കുന്നത്. ഉപരോധങ്ങൾക്കിടയിലും റഷ്യൻ യുറേനിയം അമേരിക്കൻ റിയാക്ടറുകൾക്ക് അനിവാര്യമായി തുടരുന്നത് റഷ്യയുമായുള്ള വ്യാപാര ബന്ധങ്ങൾ പൂർണ്ണമായും വിച്ഛേദിക്കുക എന്നത് അമേരിക്കൻ ഊർജ്ജ സുരക്ഷയ്ക്ക് എത്രത്തോളം ദുഷ്കരമാണെന്നും വ്യക്തമാക്കുന്നു. റഷ്യയുമായി നേരിട്ടുള്ള ചർച്ചകൾ പുനരാരംഭിക്കാൻ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ശ്രമിച്ചേക്കാം എന്ന വാർത്തകളും ഈ യാഥാർത്ഥ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഊർജ്ജ ബന്ധങ്ങൾ ഒരു വ്യാപാര ചരക്കല്ല, അത് തന്ത്രപരമായ ഒരു വിഷയമാണ്. റഷ്യൻ യുറേനിയം ഇറക്കുമതി നിരോധിക്കാനുള്ള അമേരിക്കയുടെ രാഷ്ട്രീയ ശ്രമങ്ങൾ ഊർജ്ജ വകുപ്പിന്റെ കണക്കുകൾ നൽകുന്ന യാഥാർത്ഥ്യത്തിന് മുന്നിൽ കേവലം പ്രസ്താവനകൾ മാത്രമായി മാറുകയാണ്. ആണവ സാങ്കേതിക വിദ്യയിലും ഉൽപാദന ശേഷിയിലുമുള്ള റൊസാറ്റമിന്റെ ആഗോള മേധാവിത്വം ഒരു താൽക്കാലിക പ്രതിഭാസമല്ല. ഇത് ദീർഘകാല നിക്ഷേപങ്ങളുടെയും സാങ്കേതിക മികവിന്റെയും ഫലമാണ്. റഷ്യയുടെ മേൽക്കൈ ചോദ്യം ചെയ്യപ്പെടാതെ വരുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ അവരുടെ ആഭ്യന്തര സമ്പുഷ്ടീകരണ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും സഖ്യകക്ഷികളുമായി ചേർന്ന് പുതിയ വിതരണ ശൃംഖലകൾ സ്ഥാപിക്കുന്നതിനും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള തന്ത്രങ്ങളും ആവശ്യമാണ്.
തന്ത്രപരമായി ഈ ദുർബലത പരിഹരിക്കാൻ അമേരിക്കയ്ക്ക് ഇനിയും വർഷങ്ങൾ വേണ്ടിവരും. അതുവരെ ആഗോള ഊർജ്ജ ഭൂരാഷ്ട്ര തന്ത്രത്തിൽ റഷ്യയുടെ അചഞ്ചലമായ സ്ഥാനം ഉറപ്പായും തുടരും. യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റുകൾ നിർമ്മിക്കുന്നതിനും നിലവിലുള്ളവയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും വൻതോതിലുള്ള മൂലധന നിക്ഷേപവും ആവശ്യമാണ്. റഷ്യ സ്ഥാപനമായ റൊസാറ്റമിന് പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന പൂർണ്ണ ശേഷിയുള്ള പ്ലാന്റുകൾ ഉള്ളതിനാൽ അവർക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ യുറേനിയം വിതരണം ചെയ്യാനും കഴിയും. പുതിയ പ്ലാന്റുകൾ നിർമ്മിക്കുമ്പോൾ അവയുടെ പ്രവർത്തനക്ഷമത കൈവരിക്കാനും റഷ്യൻ വിലകളോട് മത്സരിക്കാനും ഏകദേശം 1 ദശാബ്ദത്തോളം സമയമെടുക്കും. ഈ കാലയളവിലെ അധിക ചെലവ് വൈദ്യുതി ഉപഭോക്താക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കേണ്ടി വരും. റഷ്യയുടെ സമ്പുഷ്ടീകരണ പ്ലാന്റുകൾക്ക് വലിയ തോതിലുള്ള ഉൽപ്പാദനത്തിന്റെ ലാഭവുമുണ്ട്. അതായത് വലിയ അളവിൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉൽപ്പാദന ചെലവ് കുറയും. പാശ്ചാത്യ രാജ്യങ്ങളിൽ പുതിയ ചെറുകിട പ്ലാന്റുകൾ സ്ഥാപിക്കുമ്പോൾ റഷ്യൻ ഇന്ധനത്തെക്കാൾ വില കൂടുതലായിരിക്കും. ഈ വില വ്യത്യാസം പാശ്ചാത്യ ആണവ ഓപ്പറേറ്റർമാർക്ക് താങ്ങാനാവില്ല. വില കുറയുന്നതിനാലാണ് ഉപരോധങ്ങൾക്കിടയിലും റഷ്യൻ യുറേനിയം വാങ്ങാൻ അവർ നിർബന്ധിതരാകുന്നത്. അമേരിക്കയിലെയും യൂറോപ്പിലെയും പല ആണവ നിലയങ്ങളും റഷ്യൻ സപ്ലയർമാരുമായി വർഷങ്ങൾക്ക് മുമ്പ് ദീർഘകാല ഇന്ധന വിതരണ കരാറുകളിൽ ഏർപ്പെട്ടിട്ടുമുണ്ട്. ഈ കരാറുകൾ ഏകപക്ഷീയമായി ലംഘിക്കുന്നത് വലിയ പിഴകൾക്കും നിയമ നടപടികൾക്കും കാരണമാകും. പുതിയ പാശ്ചാത്യ വിതരണക്കാരെ കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴും നിലവിലുള്ള കരാറുകൾ ഒരു സാമ്പത്തിക കെണിയായി നിലനിൽക്കുന്നു. റഷ്യയുടെ യുറേനിയം സമ്പുഷ്ടീകരണ സാങ്കേതിക വിദ്യയുടെ ശേഷിയുടെയും കാര്യത്തിൽ പാശ്ചാത്യ ലോകം നേരിടുന്ന സാങ്കേതിക വിടവുകളും വളരെ വലുതാണ്. റഷ്യൻ സാങ്കേതിക വിദ്യ പ്രത്യേകിച്ചും സെൻട്രിഫ്യൂജ് ഊർജ്ജക്ഷമതയിലും ഉൽപാദന ശേഷിയിലും ലോകത്തിലെ ഏറ്റവും മികച്ചവയിലൊന്നാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഈ സാങ്കേതിക വിദ്യയുടെ വികസനം കുറഞ്ഞ ഡിമാൻഡ് കാരണം ദീർഘകാലത്തേക്ക് മന്ദഗതിയിലായിരിക്കുന്നു. ഈ വിടവ് നികത്താൻ ഗവേഷണ വികസനത്തിൽ നിക്ഷേപം ആവശ്യമാണ്. അടുത്ത തലമുറയിലെ ന്യൂനത റിയാക്ടറുകൾക്ക് സാധാരണ യുറേനിയത്തെക്കാൾ കൂടുതൽ സമ്പുഷ്ടീകരിച്ച ഇന്ധനവും ആവശ്യമാണ്. ലോകത്ത് നിലവിൽ വാണിജ്യപരമായി ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി കൂടുതലുള്ളത് റൊസാറ്റമിനാണ്. ഉൽപ്പാദിപ്പിക്കാനുള്ള സ്വന്തമായ പ്ലാന്റുകൾ വികസിപ്പിക്കുന്നത് അമേരിക്കയുടെയും യൂറോപ്പിന്റെയും അടിയന്തര സാങ്കേതിക വിദ്യകളുമാണ്. യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റുകൾ പ്രവർത്തിപ്പിക്കാനും പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാനും അണുശക്തി എഞ്ചിനീയർമാർ, പ്ലാന്റ് ഓപ്പറേറ്റർമാർ, സാങ്കേതിക വിദഗ്ധർ എന്നിവരുടെ ഒരു വലിയ നിരയും ആവശ്യമാണ്. ദീർഘകാലമായി ഈ മേഖലയിലെ നിക്ഷേപം കുറവായതിനാൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഈ വിദഗ്ധ തൊഴിലാളികളുടെ കുറവ് അനുഭവപ്പെടുന്നു. പുതിയ ശേഷി നിർമ്മിക്കുമ്പോൾ ഈ മനുഷ്യവിഭവ ശേഷി വിടവ് നികത്തേണ്ടതും അത്യാവശ്യമാണ്. ആണവ പ്ലാന്റുകൾക്കോ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾക്കോ ലൈസൻസ് നേടുക എന്നത് പാശ്ചാത്യ രാജ്യങ്ങളിൽ നീണ്ടതും സങ്കീർണവുമായ ഒരു പ്രക്രിയയാണ്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനും എല്ലാ നിയമപരമായ അംഗീകാരങ്ങൾക്കും വർഷങ്ങൾ എടുക്കും. ഇത് പുതിയ പ്ലാന്റുകളുടെ നിർമ്മാണത്തിലും പ്രവർത്തനക്ഷമതയിലും വീണ്ടും കാലതാമസം വരുത്തുന്നു. ഈ സാങ്കേതിക വെല്ലുവിളികൾ കാരണം റഷ്യൻ യുറേനിയത്തോടുള്ള ആശ്രിതത്വം കുറയ്ക്കുന്നതിന് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് സാമ്പത്തിക സഹായം, നയപരമായ ഇടപെടലുകൾ, യുറേനിയം ഖനനം ചെയ്യുന്ന സഖ്യകക്ഷികളുമായുള്ള പങ്കാളിത്തം എന്നിവയും ആവശ്യമാണ്.